ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം. അപ്പോൾ നാളെയാണ് നമ്മുടെ വിക്രത്തിനെ ജയിലിലേക്ക് കൊണ്ടുപോകണ ആ ഒരു ഭാഗങ്ങൾ കാണിക്കാൻ പോകണം. അപ്പോൾ നാളെ ആകുമ്പോഴേക്കും കോടതി വിധി വരുവാണ്. നമ്മുടെ വിക്രത്തിന് ഡബിൾ ജീവപര്യന്തം, അതായത് 2 ജീവപര്യന്തമാണ് കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ വിക്രം ഈ കാലത്തൊന്നും പുറത്തിറങ്ങാൻ പറ്റുമൊന്നുമില്ല. വിക്രത്തിന് അതിന് മുമ്പേ പ്രകാശിന്റെ ജീവൻ ചിലപ്പോൾ പോയെന്നും ഇരിക്കും. അങ്ങനെ വിക്രത്തിനെ ജയിലിലേക്ക് കൊണ്ടുവന്ന സമയത്ത് പ്രകാശനാകെ സമനില തെറ്റിയിട്ട് പ്രകാശൻ വിക്രത്തിനെ കയറി ഇങ്ങനെ പിടിക്കണൊക്കെ ഉണ്ട് കേട്ടോ. എടാ എന്തിനാടാ നീ എന്നെ കൊന്നു കണ്ട് എനിക്ക് പോയിക്കൂടെ നാടാന്നൊക്കെ ചോദിച്ചിട്ട് ഭയങ്കര ബഹളവും കാര്യങ്ങളൊക്കെയാണ്. അതിനുശേഷം വിക്രത്തിനെ കൊണ്ടുപോയി കഴിയുമ്പോഴേക്കും പ്രകാശൻ ശരിക്കും അവിടെ തളർന്നൊടിഞ്ഞ് ഇരുന്ന് പോകുവാട്ടോ. കല്യാണിയും അതുപോലെ തന്നെ കിരണൊക്കെ ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്നാണ് പ്രകാശന് വീണ്ടും ഒരു നെഞ്ചുവേദന പോലെയൊക്കെ വരുന്നത്. അവിടെ കുഴഞ്ഞു വീഴുവാണ് പ്രകാശൻ. അത് കണ്ട് കല്യാണിക്ക് എന്നല്ല ആർക്കാണെങ്കിലും ഒരു മനുഷ്യജീവനല്ലേ, അപ്പം അതുകൊണ്ട് തന്നെ ഒരു ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. അങ്ങനെ പ്രകാശൻ നേരെ ആവണമെങ്കിൽ ചിലപ്പോൾ ഇപ്പം നേരെ ആവും കേട്ടോ. എനിക്ക് തോന്നുന്നു മിക്കവാറും കുറച്ചൊക്കെ കല്യാണി എടുത്ത് ചിലപ്പോൾ അനുകമ്പയൊക്കെ തോന്നുമായിരിക്കും എന്ന് തോന്നുന്നു. കാരണം എന്തൊക്കെ പറഞ്ഞാലും കല്യാണി നല്ലതാണെന്ന് ലോകത്ത് എല്ലാവരും പറയുമ്പോഴും പ്രകാശിന്റെ അമ്മ മാത്രം അത് അംഗീകരിക്കാത്തത്. ഇന്നത്തെ എപ്പിസോഡിൽ വരെ വക്കീൽ വരെ പറഞ്ഞു കൊടുത്തു, തനിക്കൊന്ന് അംഗീകരിച്ചിടോ, തന്റെ മോൾ അംഗീകരിച്ചിട്ട് ഇയാളെ തള്ളിക്കളഞ്ഞൂടിടോ എന്ന് പ്രകാശിനോട് പറഞ്ഞപ്പോൾ പ്രകാശൻ ഒന്നും മിണ്ടാതെ കേട്ടാണ് ഇരുന്നത്. അപ്പൊ അതിനർത്ഥം പ്രകാശൻ മിക്കവാറും നമ്മുടെ കല്യാണിനെ അംഗീകരിക്കുമായിരിക്കും. ശരിക്കും പറഞ്ഞത് തമിഴിന്റെ ഒരു റീമേക്ക് സീരിയൽ ആയിരുന്നല്ലോ പകുതി കഴിഞ്ഞപ്പോഴാണല്ലോ കഥ മാറ്റിയത്. അതിൽ ശരിക്കും പറഞ്ഞാൽ തമിഴിലെ അവസാന ഭാഗങ്ങളിൽ കാണിക്കണത് ഈ അച്ഛനുണ്ടല്ലോ പ്രകാശൻ എന്ന് പറഞ്ഞ പ്രകാശന് ഏറ്റവും ഇഷ്ടപ്പെട്ട മകളായി മാറും ഈ കല്യാണി കേട്ടോ. പിന്നെ ചെറുപ്പത്തിൽ ചെയ്തു കൊടുക്കാൻ പറ്റാത്ത കാര്യങ്ങളൊക്കെ കല്യാണിക്ക് വേണ്ടി ചെയ്ത് കൊടുക്കുക, സൈക്കിൾ മേടിച്ചു കൊടുക്കുക, അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ പ്രകാശൻ ചെയ്യുന്നുണ്ട്. തമിഴിൽ ക്ലൈമാക്സിന്റെ ഭാഗം ഞാൻ കണ്ടതാണ് കേട്ടോ. അപ്പം നമ്മുടെ പ്രകാശൻ അങ്ങനെ നല്ലൊരു മനുഷ്യനാവാൻ പോകുന്ന ഭാഗങ്ങളായിരിക്കും ചിലപ്പോൾ നമ്മൾ അടുത്ത ആഴ്ച പ്രൊമോയിൽ നാളെ കാണാൻ പോകുന്നത്. എന്തായാലും കാത്തിരുന്നെ കാണാൻ. വിക്രം എന്തായാലും ഇനി പുറത്തിറങ്ങില്ലെന്ന് 100% ഉറപ്പാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഫ്രണ്ട്സ്. അതുവരെ ടേക്ക് കെയർ, ബൈ ബൈ.